നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ്. 5ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 4 ഭാഗങ്ങളും എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നൽകാതെയാണ് ക്ലാസ് നിർത്തിയത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി കാണുമെന്ന് വിചാരിക്കുന്നു. ഉത്തരങ്ങളിലൂടെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: കാർട്ടോഗ്രഫി പഠിച്ചു, ജില്ലകളെക്കുറിച്ച് പഠിച്ചു, ജില്ലയുടെ ID കാർഡിൻ്റെ മോഡൽ കണ്ടു. അതിനുശേഷം ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ചില ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. കേരള ഈസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഡു യു നോ ഹൗ മെനി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആർ ദെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്നറിയാമോ എന്നായിരുന്നു ചോദ്യം. കൂട്ടുകാരെല്ലാവരും ഉത്തരം കണ്ടെത്തി കാണുമെന്ന് വിചാരിക്കുന്നു. 28 സ്റ്റേറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യക്ക് ഉള്ളത്. പിന്നീട് അതിൻ്റെ ആ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റും അതിൻ്റെ ക്യാപിറ്റലും യൂണിയൻ ടെറിട്ടറിയുടെ പേരുകളും അതിൻ്റെ ക്യാപിറ്റലും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവ നമുക്ക് വേണ്ട വിധം ഉത്തരങ്ങൾ നൽകുന്നതാണ്. അടുത്ത ഒരു ടേബിൾ തന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരവും കൂട്ടുകാർ കണ്ടെത്തി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യം: ദ സീ ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണെന്നായിരുന്നു. ബേ ഓഫ് ബംഗാൾ. അടുത്ത ചോദ്യം: ദ സീ ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? അറേബ്യൻ സീ, അതായത് അറബിക്കടൽ. ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇതെല്ലാം ഈ മാപ്പ് നോക്കിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഡൽഹി, ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ദ നോർത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏറ്റവും വടക്ക് കാണുന്നത് ലഡാക്കാണ് ഏറ്റവും വടക്ക് കാണുന്ന കേന്ദ്രഭരണ പ്രദേശം. അടുത്ത ചോദ്യം: ദ സദേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് അരുണാചൽ പ്രദേശ് സിറ്റുവേറ്റഡ്? അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഈസ്റ്റ് എന്നാണ് എൻ്റെ ആൻസർ. കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ നെയ്ബറിംഗ് കൺട്രി ടു ദ സൗത്ത് ഇന്ത്യ? അടുത്ത ചോദ്യം: ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ഏതെന്നാണ്. ദ നെയ്ബറിംഗ് കൺട്രി ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ ഏതാണ്? തെക്കെന്ന് പറയുമ്പോൾ ഇത് വരും. അപ്പോൾ അടുത്തുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം. അരുണാചൽ പ്രദേശ് ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ദ സദേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം. വടക്ക് ഭാഗത്ത് ഏതാണ്? വടക്ക് ലഡാക്കും തെക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപും ഐലൻഡ്സുമാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സാണ്. അടുത്ത ചോദ്യം: നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലി ഐലൻഡ്, ശ്രീലങ്ക.
ഇത്രയുമാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലി ഐലൻഡ്സ്, ശ്രീലങ്ക. അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർ കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്ന ഉത്തരങ്ങൾ. എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ കണ്ടെത്തിയവയുമായിട്ട് പരിശോധിക്കുക, ശരിയാണോ എന്ന് പരിശോധിക്കാം. പിന്നീട് നമ്മൾ ഉത്തർപ്രദേശിൻ്റെ കുറിപ്പ് തയ്യാറാക്കിയത് വായിച്ചു. അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും കുറിപ്പ് കൂട്ടുകാർ തയ്യാറാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്ത പാഠഭാഗത്തേക്ക് പോകാം. Read the note about the voyage of the Portuguese traveler Vasco da Gama to India. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വാസ്കോ ഡ ഗാമ. അദ്ദേഹം വന്ന ആ സമയത്തെ യാത്രയെക്കുറിച്ചുള്ള വിവരണം. വാസ്കോ ഡ ഗാമ സെറ്റ് ഔട്ട് ഇൻ സെർച്ച് ഓഫ് ഇന്ത്യ ലീഡിങ് എ ഫ്ലീറ്റ് ഓഫ് 4 സെയിലിംഗ് ഷിപ്സ് വിത്ത് 170 സെയിലേഴ്സ് ഫ്രം ദ പോർട്ട് ഓഫ് ലിസ്ബൺ, പോർച്ചുഗൽ. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളുമായിട്ട് 170 പേര് അടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചത്. 170 നാവികരുണ്ടായിരുന്നു. ആ നാവിക സംഘത്തെ 4 പായ്ക്കപ്പലുകളിൽ 4 കപ്പലുകളിലാക്കി തിരിച്ച് ആ 170 പേരടങ്ങുന്ന നാവിക സംഘവുമായിട്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി എത്തിയത്. He travelled southeast with the help of the winds and reached the southernmost tip of the Africa. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് അദ്ദേഹം എത്തി. He then travelled northwards along the east coast of Africa and reached the port of മലിന്തി. അങ്ങനെ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ചിട്ട് മലിന്തി തുറമുഖത്തെത്തി. അപ്പോൾ ആദ്യം കാറ്റിൻ്റെ സഹായത്തോടു കൂടി തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് നിന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്ത് അദ്ദേഹം എത്തി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൺസൂൺ winds, they reached Kapad near Calicut on the west coast of India on 20th May 1498. അങ്ങനെ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. The adventurous journey made by Vasco da Gama and his companions, covering thousands of kilometers, has made a mark in the history. ഇത് യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ തന്നെ ഒരിടം നേടിയെന്ന് പറയാം. വളരെ കിലോമീറ്ററുകൾ താണ്ടിയാണ് അവർ വാസ്കോ ഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത്. അതിനാൽ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം ഈ യാത്രയ്ക്ക് ഉണ്ട്. ഇതാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പ്. ഒബ്സർവ് ദ സീ റൂട്ട് ഓഫ് വാസ്കോ ഡ ഗാമ ഡ്യൂറിങ് ഹിസ് വോയേജ് ടു ഇന്ത്യ. അടുത്തത് വാസ്കോ ഡ ഗാമയുടെ സമുദ്ര സഞ്ചാര പാതയാണ് നിരീക്ഷിക്കാൻ തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദ്ര സഞ്ചാര പാത, സമുദ്രത്തിലൂടെ അദ്ദേഹം എവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചു ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആരോ മാർക്ക് വഴി അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കളറും ഏതൊക്കെ കോണ്ടിനെൻറ്റ്സ് ആണെന്ന് ഇൻഡെക്സിൽ പറയുന്നുണ്ട്. വാസ്കോ ഡ ഗാമയുടെ സീ റൂട്ട് കോണ്ടിനെൻറ്റ്സ് ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഇനി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ത്രൂ വിച്ച് ഓഷ്യൻസ് ഡിഡ് വാസ്കോ ഡ ഗാമ മേക്ക് ഹിസ് വോയേജ് ആൻഡ് റീച്ച് ഇന്ത്യ ഫ്രം യൂറോപ്പ്? ഫൈൻഡ് ദീസ് ഓഷ്യൻ ബൈ ഒബ്സർവിങ് ദ വേൾഡ് മാപ്പ്. വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രങ്ങളിലൂടെയാണ് സഞ്ചരിച്ചാണ് ഇന്ത്യയിൽ എത്തിയത്? ഈ ലോക ഭൂപടം നിരീക്ഷിച്ചിട്ട് ആ സമുദ്രങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സഞ്ചരിച്ച സമുദ്രങ്ങൾ ഇത്രയും ഭാഗമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പോൾ ആ ഭാഗത്ത് കാണുന്ന സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ
ഓഷ്യൻ. 2 സമുദ്രങ്ങളിലൂടെ ഉള്ളൂ അദ്ദേഹം യാത്ര ചെയ്തത്. ആ സമുദ്രങ്ങളാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും. ഇത്തരം കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിച്ച് ആർ ദ അതർ ഓഷ്യൻസ്? മറ്റ് സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? നോക്കിയാട്ടെ. പസഫിക് ഓഷ്യനുണ്ട്, ആർട്ടിക് ഓഷ്യനുണ്ട്, അന്റാർട്ടിക് ഓഷ്യനുണ്ട്. അപ്പോൾ പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക്. അദ്ദേഹം സഞ്ചരിച്ച സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. മറ്റ് സമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക്. ആർ ഓൾ ദീസ് ഓഷ്യൻസ് ലൈങ് ക്ലോസ് ടു ഈച്ച് അതർ? ഈ സമുദ്രങ്ങളെല്ലാം ഏകദേശം പരസ്പരം ചേർന്നാണോ കിടക്കുന്നത്? ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് ഓഷ്യൻ. ഗ്ലോബ് നിരീക്ഷിച്ചിട്ട് ഏറ്റവും വലിയ സമുദ്രം ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് ഓഷ്യനാണ് ഏറ്റവും വലിയ സമുദ്രം. പസഫിക് ഓഷ്യൻ. ഒബ്സർവ് ദ in the given world map, don't you see vast land areas along with oceans? അപ്പോൾ നമ്മൾ നിരീക്ഷിച്ച ലോകഭൂപടത്തിൽ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഈ ബ്ലൂ കളറിൽ കാണുന്നത് സമുദ്രമാണെങ്കിൽ മറ്റുള്ളവയെല്ലാം കരഭാഗങ്ങളാണ്. അപ്പോൾ സമുദ്രത്തോടൊപ്പം വിശാലമായ കരഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സച്ച് വാസ്റ്റ് സ്ട്രെച്ചസ് ഓഫ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ്. അങ്ങനെ ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ, അതായത് കോണ്ടിനെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. കോണ്ടിനെൻറ്റ്സിൻ്റെ മലയാളമാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് സമുദ്രത്തിനോട് ചേർന്ന് കാണുന്ന മറ്റു കരഭാഗം, അതിനെയാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ അഥവാ കോണ്ടിനെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഗ്ലോബ്, ഐഡൻറ്റിഫൈ ദ കോണ്ടിനെൻറ്റ്സ്. ഏതൊക്കെ കോണ്ടിനെൻറ്റ്സ് ഉണ്ടെന്ന് ഭൂപടമോ ഗ്ലോബോ ഒക്കെ നിരീക്ഷിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏതൊക്കെയുണ്ട്. ഏഷ്യൻ കോണ്ടിനെൻറ്റ്, ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ഉണ്ട്. ഏഷ്യയും ആഫ്രിക്കയും ഇവിടെ കാണാം. അടുത്തത് ഏതാണ്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, ഏറ്റവും താഴെ അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഇവിടെയുണ്ട്, യൂറോപ്പ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോണ്ടിനെൻറ്റ്സ്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. There were 7 continents. 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ട്. വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് അവർ കൺട്രി ഇന്ത്യ എ പാർട്ട് ഓഫ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് കൂട്ടുകാരെ? ഏത് ഭൂഖണ്ഡമാണ്? ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. വിച്ച് കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രത്തെ ചുറ്റപ്പെട്ടാണ് ഓസ്ട്രേലിയ. യൂറോപ്പ്, ഏഷ്യ, യൂറോപ്പും ഏഷ്യയും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഈ 3 കോണ്ടിനെൻറ്റ്സും അറ്റ്ലാന്റിക് ഓഷ്യനാൽ ചുറ്റപ്പെട്ടതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനാൽ ചുറ്റപ്പെട്ടതാണ് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ. ഓസ്ട്രേലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിനാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ആ 2 ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് അവർ കൺട്രി ഇന്ത്യ എ പാർട്ട് ഓഫ്? ആൻസർ ഏഷ്യ. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. വിച്ച് കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്? അതിൻ്റെ ആൻസർ ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക. ഒബ്സർവ് ദ ഗിവൺ വേൾഡ് മാപ്പ്. ദ കളേഴ്സ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോണ്ടിനെൻറ്റ്സ് ആർ ഗിവൺ. തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിച്ചാൽ നൽകിയിരിക്കുന്ന ഭൂഖണ്ഡങ്ങളുടെ നിറം ഭൂപടത്തിൽ അതാത് ഭൂഖണ്ഡങ്ങൾക്ക് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്.
Now give the corresponding colors of the continents to their images in the map. After giving the color, add the name of the continents also. അതിൻ്റെ പേരെല്ലാം ചിത്രത്തിന് എന്താണ് കൊടുത്തിരിക്കുന്ന ചിത്രത്തിന് വെളിയിൽ കൊടുത്തിരിക്കുന്ന ആ കോണ്ടിനെൻറ്റിൻ്റെ നിറങ്ങൾ അതാത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ എന്തെഴുതണം? അതാത് കോണ്ടിനെൻറ്റിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ഒരു ടേബിൾ തന്നെ വർക്ക്ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ് ആൻഡ് വേൾഡ് മാപ്പ്. ലോകഭൂപടം അല്ലെങ്കിൽ അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ഇതിനു മുമ്പ് നൽകിയിരിക്കുന്ന ഭൂപടങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ അറ്റ്ലസ് നോക്കിയോ നമുക്ക് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കോണ്ടിനെൻറ്റ്സ് ഫൗണ്ട് ടു ദ വെസ്റ്റ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഭൂഖണ്ഡങ്ങളുണ്ട്, നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ് അറ്റ്ലാന്റിക് ഓഷ്യന് പടിഞ്ഞാറുള്ള ഭൂഖണ്ഡങ്ങൾ. നോർത്ത് അമേരിക്ക, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇതിൻ്റെ വെസ്റ്റ് സൈഡിൽ കാണുന്ന 2 ഭൂഖണ്ഡങ്ങൾ ആണ് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. ഈ ഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാണ്. അടുത്ത ചോദ്യം വർക്ക്ഷീറ്റിൽ കോണ്ടിനെൻറ്റ്സ് ടു ദ ഈസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏതാണെന്ന്. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്ന കോണ്ടിനെൻറ്റ് ഏതാണ്? ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. അതിൻ്റെ കിഴക്കെന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന കോണ്ടിനെൻറ്റ്. അടുത്ത ചോദ്യം ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഏറ്റവും വലിയ വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ്? അത് കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാകും. ഏതാണ് ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ്? ഏഷ്യ. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യം സ്ഥിതി ചെയ്യുന്ന ഏഷ്യ തന്നെയാണ് ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ കോണ്ടിനെൻറ്റ് ഫൗണ്ട് ബിറ്റ്വീൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയ്ക്ക് കാണുന്ന അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ. ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ, ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്കയാണ് അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും ഇടയ്ക്ക് കാണുന്ന കോണ്ടിനെൻറ്റ്. അപ്പോൾ വർക്ക്ഷീറ്റ് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതുക. അടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ കോണ്ടിനെൻറ്റ്സിനെ നമ്മൾ തിരിച്ചറിയാനാണ്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ കോണ്ടിനെൻറ്റ്സ്. ഓരോന്നും ഏതാണെന്ന് കണ്ടെത്താൻ. ഫസ്റ്റ് വൺ ഇത് ഏതാണ്? സൗത്ത് അമേരിക്ക. സെക്കൻഡ് വൺ നോർത്ത് അമേരിക്ക. തേർഡ് വൺ ഏഷ്യ. ഫോർത്ത് വൺ ആഫ്രിക്ക. അപ്പോൾ 4 ചിത്രങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് സൗത്ത് അമേരിക്ക, 2 നോർത്ത് അമേരിക്ക, 3 ഏഷ്യ, 4 ആഫ്രിക്ക. താഴെ 3 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓസ്ട്രേലിയ, സെക്കൻഡ് വൺ യൂറോപ്പ്, ഫോർത്ത് വൺ അന്റാർട്ടിക്ക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 3 ആദ്യത്തേത് ഓസ്ട്രേലിയ, രണ്ടാമത്തേത് യൂറോപ്പ്, മൂന്നാമത്തേത് അന്റാർട്ടിക്ക. ഹാവ് യു ഫെമിലറൈസ്ഡ് വിത്ത് ദ കോണ്ടിനെൻറ്റ്സ്. ഭൂഖണ്ഡങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. Now you may divide into 7 groups and give each group the names of the continents. ഇനി നിങ്ങൾ 7 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിനും ഭൂഖണ്ഡങ്ങളുടെ പേര് നൽകണം. Each groups should use an atlas and a globe to prepare ID card of its respective continents. നമ്മൾ നേരത്തെ ജില്ലയുടെയും മറ്റും ID കാർഡ് തയ്യാറാക്കിയതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഭൂഖണ്ഡങ്ങളുടെ തിരിച്ചറിയൽ കാർഡും തയ്യാറാക്കുക. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തയ്യാറാക്കണം, ആ മോഡലിൽ തയ്യാറാക്കുക. മാപ്സ് ഹാവ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ജനജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഇൻ ഫീൽഡ്സ് സച്ച് ആസ് ജോഗ്രഫിക്കൽ സ്റ്റഡീസ്, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്. ഭൂമിശാസ്ത്ര പഠനത്തിന്, അതുപോലെ പ്രതിരോധം, ഡിഫൻസിന്, വിനോദസഞ്ചാരം, ടൂറിസത്തിന്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണത്തിന്,
ആൻഡ് ട്രാൻസ്പോർട്ട്, ഗതാഗതത്തിന് തുടങ്ങിയ എല്ലാ മേഖലകളിലും വ്യത്യസ്ത തരം ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. വെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് അതർ catastrophic events occur, maps and route maps are widely used to reach quickly in such areas and engage in relief operations. അതായത് പ്രളയം, ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്സ് എന്താണ് ഉരുൾപൊട്ടൽ, ആൻഡ് അതർ സെറ്റാട്രോപ്പിക് ഇവൻറ്റ്സ് ഒക്കർ അതുപോലെയുള്ള തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മറ്റ് അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ആ സ്ഥലത്തേക്ക് വേഗം എത്തിച്ചേരാനും അവർക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനും എന്ത് വേണം, ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും ഒരു അപകടമുണ്ടായാൽ അവിടെ എത്തിച്ചേരാൻ ഇതുപോലെ ഭൂപടങ്ങൾ അല്ലെ മാപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. There are many occasions in everyday life where we need to depend on map reading. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്, ഡെയിലി ലൈഫിൽ ഉണ്ടാകാറുണ്ട്. മാപ്പ് റീഡിംഗ് ഹാസ് ബിക്കം ആൻ എസെൻഷ്യൽ ഫാക്ടർ ടു ബിൽഡ് അപ്പ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ മോഡേൺ വേൾഡ്. അതായത് നമ്മുടെ ആധുനിക ലോകത്ത് നമ്മുടെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നതിന് കൂടുതൽ എന്ത് വേണം, ഭൂപട വായന അനിവാര്യമായൊരു ഘടകമായിട്ട് മാറിയിരിക്കുന്നു. അതായത് നമ്മുടെ ജനജീവിതത്തെ, മനുഷ്യൻ്റെ നിത്യജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഭൂപട വായന എന്നാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ ഉടനീളം പഠിച്ചതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക, വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കുക. ഇതോടുകൂടി ഈ 5-ാമത്തെ അധ്യായം തീർന്നിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പാഠഭാഗം. ഇതിൻ്റെ നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നോട്ടുമായിട്ട് എത്തുന്നതാണ്.